So, good evening once again. Rekha ji, good evening. Jenny madam, good evening. Usha Bhaskaran ji, good evening. Very good evening to one and all. Hope everyone can hear me. Yes, sir. Yes, sir. Yes. Yes, sir. So, we can start slowly. Let me introduce myself before I start. I hope non-Mallus are not here. ഇവിടെയുള്ള എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു മല്ലു ആണെന്ന് വിചാരിക്കുന്നു. If any non-Mallus are attending here this session, I just wish to convert my language into English. So I hope no non-Mallus are not here. Correct? If any non-Mallus are here, please let me know. I should change my language from Malayalam to English. Okay. By seeing none, I hope all you are Mallus and you can very clearly understand Malayalam. So, shall we start? Hello? Yes, sir. Boliana, friends. Yes, sir. Yes. Okay, fine. So, very good evening. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. Let me introduce myself before I go. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പുറപ്പെടാം. എൻ്റെ പേര് ആസ് യൂഷ്വൽ യു ക്യാൻ സീ ഹരികുമാർ എന്നാണ് എൻ്റെ പേര്. ഞാൻ തുടങ്ങിയത് എന്നെ സംബന്ധിച്ചപ്പോൾ ആളുകൾ വരുന്ന സമയം വരെ ഞാനൊരു കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തുടങ്ങാം. അപ്പോൾ ആ സമയം കൊണ്ട് ആളുകൾക്ക് വന്ന് ചേരാനും കഴിയും. സോ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് മൈ ഇൻട്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലൈഡ്. സോ Actually, I started as a computer instructor for 5 years. ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് 5 വർഷം. അന്ന് കമ്പ്യൂട്ടറൊക്കെ ആദ്യം ഇറങ്ങിയ സമയത്ത് വിൻഡോസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡോസും വേർഡ് സ്റ്റാറും ലോട്ടസ് 1, 2, 3 അന്ന് വിൻഡോസോ എക്സലോ വേഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത്. കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ വന്ന സമയത്ത് പഠിച്ചു തുടങ്ങി. 1993 കമ്പ്യൂട്ടർ പഠിച്ചു. അങ്ങനെ ഞാനൊരു 5 വർഷം കമ്പ്യൂട്ടർ സെന്ററിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്തു. അത് വളരെ രസകരമായിരുന്നു. കാരണം ഇറ്റ് വാസ് എ സർപ്രൈസ് ഫോർ എവ്രി വൺ. അന്ന് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ 5 വർഷം ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ CAയുടെ ഇന്റർമീഡിയറ്റിന്റെ ഫാക്കൽറ്റി ആയിട്ട് 10 വർഷം ജോലി ചെയ്തു. അതൊരു കോളേജിലായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് CAയുടെ ഇന്റർമീഡിയറ്റിന്റെ ഫാക്കൽറ്റി ആയിട്ട് ഒരു 10 വർഷം ജോലി ചെയ്തു. അത് ഇറ്റ് വാസ് ആൾസോ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും നല്ല രസമായിരുന്നു എനിക്ക്. ശരിയാവും. എന്തായാലും ചില സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. ചില സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ഐ എം ജസ്റ്റ് മ്യൂട്ടിംഗ് ഓൾ ഓഫ് യു. അപ്പൊ അങ്ങനെ ഒരു 10 വർഷം ഒരു ഫുൾ ടൈം സാലറീഡ് ആയിട്ട് ജോലി ചെയ്തു. ആ സമയത്താണ് ഈ അധ്യാപനത്തില് വളരെയേറെ ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുക, അവരോട് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുക, പഠിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള രസകരമായ രംഗത്തേക്ക് എനിക്ക് വഴിതെളിക്കണം, സ്വന്തമായിട്ട് വീണ്ടും മുന്നേറണം എന്ന് തോന്നിയത് ഈ ഒരു 10 വർഷക്കാലം കൊണ്ടാണ്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നേരെ മാറിയിട്ട് നേരെ ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു. അപ്പൊ അങ്ങനെ ട്രെയിനിങ് രംഗത്ത് സജീവമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഏതാണ്ട് 18 വർഷമായി. 18 വർഷം കഴിഞ്ഞു. 19 വർഷം തുടങ്ങി പകുതിയായി. 19 വർഷം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് 18 എന്ന് കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഈ ഫുൾ ടൈം ട്രെയിനിങ് രംഗത്താണ്. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലും സ്കൂൾസിലും കോളേജിലും. ഇപ്പൊ മെയിനായിട്ട് കോർപ്പറേറ്റ് രംഗത്താണ്. കാരണം 10 വർഷം മുമ്പ് ഞാനൊരു കമ്പനി തുടങ്ങിയിരുന്നു. അപ്പൊ ആ കമ്പനി തുടങ്ങി അതിന്റെ ഡയറക്ടറായിട്ട് ബിസിനസ്സും അല്ലെങ്കിൽ കോർപ്പറേറ്റ് രംഗമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഫുൾ ടൈം കോർപ്പറേറ്റ് ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിലൂടെയാണ് ബിസിനസ് ചെയ്യാൻ പഠിച്ചത്. പിന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് മെന്റർ ആയിട്ട് ഏതാണ്ട് 400-ലധികം ആളുകളുടെ മെന്റർ കൂടിയാണ് ഞാൻ. അതിന് ദൈവം വലിയ ഭാഗ്യം തന്നിട്ടുണ്ട്. 400-ലധികം ആളുകളുടെ മെന്ററായിട്ട് പ്രവർത്തിക്കാൻ. അതിൽ തന്നെ 78 പേര് ഫുൾ ടൈം, അതായത് നേരിട്ട് ഫുൾ ടൈം എൻ്റെ ഒരു പാക്കേജിലൂടെ കടന്നുപോയവരാണ്. 78 പേര് ഒരു മെന്ററിങ് പാക്കേജിലൂടെ കടന്നുപോയവരാണ്. ടോട്ടൽ 400 ഉണ്ടെങ്കിലും 78 പേരാണ് യഥാർത്ഥ മെന്ററിങ്ങിലൂടെ, ആ പാക്കേജിലൂടെ ആ വലിയ ഫീ അടച്ച് കടന്നുപോയവര്.
പിന്നെ ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നു. 13 കമ്പനികളുടെ ബിസിനസ് കൺസൾട്ടൻസി എനിക്കുണ്ട്. ഇപ്പോൾ 2 ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി 11 കഴിഞ്ഞു. ഇപ്പോൾ 2 കമ്പനിയുടെ ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു മേഖല പ്രവർത്തന പരിചയം എന്ന് പറയുന്നത്. ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്: 10,000 പേരെയെങ്കിലും ഓൺലൈനായിട്ട് മെന്ററിങ് അല്ലെങ്കിൽ ട്രെയിനിങ്, ഓൺലൈനാണ് കേട്ടോ, ഓൺലൈനാണ്. 10,000 പേരെങ്കിലും ഓൺലൈനായിട്ട് ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ മെന്റർ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പതിയെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാം. സോ ഹൗ മെനി ഓഫ് യു ആർ ടീച്ചേഴ്സ്? നിങ്ങൾ എത്ര പേരാണ് അതിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളത്? ഒന്ന് എങ്ങനെയെങ്കിലും തന്നെ അറിയിക്കാൻ പറ്റുമോ? ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് കൈപൊക്കി കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തന്നെ ഒന്ന് പ്ലീസ് ലെറ്റ് മീ നോ ഹൗ മെനി ഓഫ് യു ആർ ടീച്ചേഴ്സ് റൈറ്റ് നൗ. നൗ പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോ ഇഫ് യു ആർ in a good position to see your face. ഓക്കെ, ഫൈൻ. കുറെ പേരെല്ലാം കാണിക്കുന്ന കണ്ടു, ടീച്ചേഴ്സ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മളൊരു ചോദ്യം ചോദിച്ചാലേ നിങ്ങൾക്ക് ഈ അറ്റ്ലീസ്റ്റ് ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. എന്തുകൊണ്ടാണ് ടീച്ചർ ആയത് എന്ന് ചോദിച്ചാൽ വൈ യു became എ ടീച്ചർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം നിങ്ങളുടെ ആൻസർ? What do you wish to speak to me? Why you became a teacher? Anyone can speak. ഞാൻ ടീച്ചർ ആകാൻ വേണ്ടി ടീച്ചർ ആകാൻ വേണ്ടി ജനിച്ചതാണ്. എനിക്ക് എന്റെ ടീച്ചേഴ്സിനോട് വളരെ ബഹുമാനമായിരുന്നു. സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതെ, ടീച്ചർ സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് ടീച്ചർ ആയത്. പിന്നെ വേറെ ആരെങ്കിലും? ടീച്ചേഴ്സിനോട് ആരാധനയായിരുന്നു. ഓക്കെ, ഓമന ടീച്ചർ പറഞ്ഞാൽ കേട്ടിരുന്നു. ഇതിന് വേറെ ആരെങ്കിലും ഇതിൽ പറയാനുണ്ടോ? ശാന്തി നമ്പ്യാർജി, ഇറ്റ്സ് യുവർ പാഷൻ. I am so passionate to become a teacher. അതായിരുന്നു കാരണം. ഓക്കെ, ഫൈൻ. Then ഇനി എന്തെങ്കിലും? ബീനാജി ബോലിയേ. മുഖം കണ്ടോണ്ടാണോ ഞാൻ ചോദിച്ചത്? ഞാൻ ടീച്ചർ അല്ലായിരുന്നു സാർ, അതാ ഞാൻ ഫൈൻ. എലിസബത്ത് ടീച്ചറെ. Yes sir. Starting it was not actually a passion. I had no other choice, but now it is a passion. ആദ്യം ചോയ്സിലൂടെ ടീച്ചറായി, പക്ഷെ ഇപ്പൊ പാഷനേറ്റ് ടീച്ചറായിട്ട് മാറി. It was not a choice because my family, everyone were teachers. My mother was a teacher, my father's sisters were teachers, or my mother's sisters also are teachers. So mommy told me, you go that way, you go teaching. Fine. So your family can start. It was not a passion, Gurukul. But now ടീച്ചറെ, your family can start a Gurukul. ഒരു ഗുരുകുലം തുടങ്ങാൻ ഉള്ള ഒരു വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു. Fine. So because of many reasons people became teachers, right? അല്ലേ? ബട്ട് അൾട്ടിമേറ്റ്ലി ഇപ്പോ നമുക്ക് അതിനോടുള്ള ആരാധനയാവാം, ടീച്ചറായി ജനിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത് ഒരു പാഷനേറ്റ് ആയിരുന്നുകൊണ്ടാവാം, അതിൽ തീവ്രമായ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ ഫാമിലി എല്ലാവരും ടീച്ചറാണ്. ബൈ ഹെറിഡിറ്ററി ഞാൻ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചു. സോ വാട്ട് എവർ ബി ദ റീസൺ ബിഹൈൻഡ്, നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ട് ടീച്ചർ ആയാലും അൾട്ടിമേറ്റ്ലി ദ പർപ്പസ് ഓഫ് ബിക്കമിങ് ടീച്ചർ അല്ലെങ്കിൽ ദ പർപ്പസ് ബിഹൈൻഡ് വൈ വി ബിക്കെയിം എ ടീച്ചർ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, അല്ലെ? പർപ്പസ്. നമ്മളുടെ പർപ്പസ് അല്ല, ടീച്ചർ എന്ന് പറയുന്നതിന്റെ പർപ്പസ് ഒറ്റ പർപ്പസ് ആണ്. ഇൻകൾക്കേറ്റിംഗ് ദ യൂത്ത്. ക്യാൻ യു അഗ്രി വിത്ത് മീ? ഇൻകൾക്കേറ്റിംഗ് ദ യൂത്ത്. ഒരു യൂത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരികളെ അല്ലെങ്കിൽ കുരുന്നുകളെ, ഡിപ്പെൻസ് അപ്പോൺ കുരുന്നുകൾ തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയോ അല്ലെങ്കിൽ PhD വരെയോ നമ്മുടെ മുമ്പിൽ എഡ്യൂക്കേഷൻ ആസ്പിരന്റായി വരുന്ന ആ വ്യക്തികളെ പടുത്തുയർത്തുക എന്നുള്ളതാണ് ദ പർപ്പസ് ഓഫ് എ ടീച്ചർ, റൈറ്റ്? സോ teaching is not a job, it's a service but God is giving a salary to us. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം നമ്മുടെ ഉള്ളിൽ. അതാണ് ശരിക്കും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്നവരെ ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികളെ അക്കാഡമിസം പഠിപ്പിക്കുക, ചിന്തിക്കാൻ പഠിപ്പിക്കുക, ജീവിക്കാൻ പഠിപ്പിക്കുക,
ഇങ്ങനെ പല മാനങ്ങൾ, പല ഡൈമെൻഷൻസ് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ റെസ്പോൺസിബിൾ ആയ ആളുകളാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. I was also a teacher for 15 years, but now I am not a teacher. I am fully focusing into my training program. But still, a trainer ഒരു ടീച്ചർ അല്ലേ? ഒരു ട്രെയിനർ ഒരു ടീച്ചറും കൂടെ അല്ലേ? ആണ്. Yes, sir. പക്ഷെ ഒരു ടീച്ചർ ഒരു ട്രെയിനർ അല്ല. Yes. ഒരു ടീച്ചർ ഒരു ട്രെയിനർ അല്ല. അല്ലേ? ഒരു ട്രെയിനർ ഒരു കൗൺസിലറും കൂടിയല്ലേ? Yes, sir. പക്ഷെ എല്ലാ കൗൺസിലേഴ്സും ട്രെയിനേഴ്സ് അല്ല. ഒരു ട്രെയിനർ ഒരു ലെക്ചററും കൂടിയല്ലേ? പക്ഷെ എല്ലാ ലെക്ചററും ട്രെയിനർ അല്ല. ഒരു ട്രെയിനർ ഒരു ഇൻസ്പിറേറ്റർ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ കൂടിയല്ലേ? ബട്ട് all motivators are not a trainer. So ഈ ട്രെയിനർ എന്ന് പറയുന്നത് പരിശീലിപ്പിക്കുന്നതാണ്. അതായത് മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്നതാണ്. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ലൈഫ് സക്സസ് ക്യാൻ ബി കമ്പയർഡ് ഇൻ ടു എ ട്രയാങ്കിൾ. ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിളിന് എത്ര വശമുണ്ട്? 3. വെരി സിമ്പിൾ, 3 വശമുണ്ട്. അപ്പൊ ആ ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അടിവശം, ആ ബേസ് സൈഡിനെ വിളിക്കുന്ന പേരാണ് നോളജ്. നോളജ് എന്ന് വിളിക്കാം ഈ ബേസ് സൈഡിനെ. ഒരു വശത്തിനെ സ്കിൽ എന്ന് വിളിക്കാം, മറ്റൊരു വശത്തിനെ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയായ ഒരു ടീച്ചറായ നമുക്ക് ഒരു പക്ഷേ ഒരുപാട് സിലബസ് പഠിപ്പിക്കാനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീർക്കാൻ ഒരുപാട് പാടുപെടുന്നതുകൊണ്ടോ സമയം ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടോ പല അവധികൾ വന്നിട്ട് ഫ്ലഡിന്റെയും അല്ലെങ്കിൽ യെല്ലോ അലർട്ട്, റെഡ് അലർട്ട്, അങ്ങനെ പല അവധികൾ വന്നു പോകുന്നതുകൊണ്ടും ആക്ച്വലി എ ടീച്ചർ ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ദ സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ സിലബസിന് ശേഷം പിന്നെ പിള്ളേരെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, അപ്സ്കില്ലിങ് പഠിപ്പിക്കുക, ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ഇതിനൊന്നും നമുക്ക് ഇനഫ് ടൈം കിട്ടിയില്ല എന്ന് വരാം. സോ ഡിയർ ഫ്രണ്ട്സ്, ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മെന്റർ. ഇവിടെയാണ് ഒരു മെന്ററിന്റെ പ്രാധാന്യം വരുന്നത്. എ ടീച്ചർ കനോട്ട് develop the skills of students because they have many works. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പൊ എലിസബത്ത് മാഡം ടീച്ചറാണ്, ഉഷ ടീച്ചർ ഉണ്ട്, ഓമന ടീച്ചർ ഉണ്ട്, വിനീത ടീച്ചർ ഉണ്ട്, ഇന്നര ടീച്ചർ ഉണ്ട്. സോ മെനി ടീച്ചേഴ്സ് ആർ ഹിയർ. സോ ദേ ആർ ഗോയിങ് ത്രൂ എ ഹെക്ടിക് ഷെഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ടൈറ്റ് ഷെഡ്യൂളിങ്ങിലാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പാർട്ട് ഫ്രം ദെയർ നോളജ്, അപ്പാർട്ട് ഫ്രം ദെയർ ടോപ്പിക് നോളജ്, അവർക്ക് ആ കുട്ടികളുടെ സ്കില്ലിങ്ങിനെയോ അപ്സ്കില്ലിങ്ങിനെയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാനുള്ള സമയക്ലിപ്തത കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ ചില കുട്ടികളുടെ, നമ്മുടെ മുമ്പിൽ വരുന്ന ചില കുട്ടികളുടെ ചില ഏരിയ വീക്കായി പോകും. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സാധാരണ ഒരു 20 വയസ്സ് വരെ എല്ലാ കാര്യത്തിലും ഒരുപോലെ അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 20 വയസ്സ് വരെ നമുക്ക് പറയാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന 3 പ്രശ്നങ്ങളുണ്ട്. പഠന വൈകല്യം, ചിന്താ വൈകല്യം, ശ്രദ്ധാ വൈകല്യം. 3 വൈകല്യങ്ങളാണ് പഠിതാക്കൾക്ക് കണ്ടുവരുന്നത് സാധാരണയായിട്ട്. പഠന വൈകല്യം, ചിന്താ വൈകല്യം, ശ്രദ്ധാ വൈകല്യം. അപ്പോ ഇതിന്റെ ഈ 3 വൈകല്യങ്ങൾ മാറ്റാൻ ഒരു ടീച്ചർക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. സോ അവിടെ നമുക്ക് വിരൽ ചൂണ്ടാവുന്ന ഒരു മാതൃകാ പുരുഷനോ മാതൃകാ സ്ത്രീയോ ആണ് മെന്റർ. സോ മെന്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ആവശ്യമായ അറിവുകളും കഴിവുകളും മനോഭാവവും അത് 3നെയും ഷെയ്പ്പ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ആ വ്യക്തിയിലേക്ക് സപ്ലൈ ചെയ്ത് ആ വ്യക്തിയെ ജീവിതത്തിന്റെ അടുത്ത ഫേസിലേക്ക്, അടുത്ത തലത്തിലേക്ക് ഉയരാൻ സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് കാൾഡ് എ മെന്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. സോ ബിക്കോസ് ഓഫ് മെനി റീസൺസ് not all the teachers can become mentors. Academically they are in very hectic schedule. Because I was also a teacher.
ഞാൻ 10 വർഷം ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ ടോപ്പിക്സ് പഠിപ്പിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു കുട്ടിയെ അവരുടെ അക്കാഡമിക്സിൽ നിന്ന് മാറിക്കൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാനോ ആ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ആ ക്ലാസ് റൂമിൽ നമുക്ക് ഒരുപാട് പഠിപ്പിക്കാനുണ്ടാവും. പഠിപ്പിക്കണം, നോട്ട്സ് പറഞ്ഞു കൊടുക്കണം, അവർ പഠിച്ചോന്ന് അന്വേഷിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. സോ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടവരായതുകൊണ്ട് നമുക്ക് സമയത്തിന് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ യു ക്യാൻ ബി എ മെന്റർ ഓഫ് ടു, ഒന്ന് നിങ്ങളുടെയും ഒന്ന് മറ്റുള്ളവരുടെയും. സോ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. ഹൗ ക്യാൻ യു ബിക്കം ദ മെന്റർ ഓഫ് പീപ്പിൾ. അവിടെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു വിദ്യാർത്ഥിയാവാം, അതൊരു ഹൗസ് വൈഫ് ആവാം, അതൊരു ജോലിക്കാരനാവാം, അതൊരു ബിസിനസ്സുകാരനാവാം, ആൻഡ് എനിബഡി, ആരുമാവാം. അപ്പൊ നമുക്ക് ആരെയും മെന്ററിങ് ചെയ്യാം. ഇപ്പൊ എന്റെ 78 ഞാൻ പറഞ്ഞു, എനിക്ക് ഐ ഹാവ് 78 ഫുൾ ടൈം മെന്റീസ്. 78 മെന്റീസ് ഉണ്ട്. ആ 78 മെന്റീസിൽ ആകെ 4 or 5 വിദ്യാർത്ഥികളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്നുകിൽ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവര്, അങ്ങനെയാണ്. ഞാനിപ്പോ കൂടുതലായിട്ടും അങ്ങനെയുള്ളവരെയാണ് മെന്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതേ സമയം വിദ്യാർത്ഥികളായ മെന്റീസും ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ മെന്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ദമ്പതികളെ മെന്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയോ മെന്റർ ചെയ്യാം, ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ മെന്റർ ചെയ്യാം, ഒരു സ്പോർട്സിന്റെ അത്ലറ്റിനെ മെന്റർ ചെയ്യാം. എനിവൺ, ആരെ വേണമെങ്കിലും നമുക്ക് മെന്ററിങ് ചെയ്യാം. പക്ഷേ മെന്ററിങ് ഈസ് എ വെരി വെരി ഇഫക്റ്റീവ് വർക്ക് and it is very difficult to learn also. Difficult in the sense നമ്മൾ കുറച്ച് അതിന് നല്ലവണ്ണം ശ്രമിക്കണം. നമ്മുടെ മറ്റുള്ള ജോലി ചെയ്തു പോകുന്നതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒന്നല്ല മെന്ററിങ് എന്ന് പറയുന്നത്. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഒരാളെ നമ്മൾ മെന്ററിങ്ങിലൂടെ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അവരുടെ പ്രാർത്ഥനയിൽ ദൈവങ്ങളുടെ കൂടെ നമ്മുടെ മുഖവും കൂടെ ഉണ്ടാകും. അതിനെയാണ് ലൈഫിന്റെ ഏറ്റവും വലിയ ഗ്രേസ് എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലോ നമ്മൾ പോയി തൊഴുമ്പോൾ ആ ദൈവം നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറെ ഒരാൾ ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉയരുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരാൾ ഉണ്ടാവണം. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല, പകരം നമ്മുടെ മെന്ററിങ്ങിലൂടെ രക്ഷപ്പെട്ട, ജീവിതത്തിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ, ആ ടീച്ചർ കാരണമാണ്, ആ സാറ് കാരണമാണ്, ആ വ്യക്തി കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുണ്യത്തിനേക്കാൾ മുകളിലായിരിക്കില്ല ഒരു ദൈവങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പുണ്യം. ഇത് ഒരു മാനുഷിക മൂല്യത്തിൽ നിന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെന്റർ ആവുന്നത് എങ്ങനെ എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ വെരി ലെങ്തി വൺ. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ അനുഗ്രഹിക്കാവുന്ന ഒന്നല്ല മെന്ററിങ്. ഇതിൽ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷെ വൺസ് യു ലേൺ ദ ആർട്ട് ഓഫ് മെന്ററിങ്, ഡെഫിനറ്റ്ലി മെനി പീപ്പിൾ വിൽ കം ടു യു. നമ്മുടെ അടുത്തൊരാൾ വന്നിട്ട് അയാളിൽ ഒരു വലിയ മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ വരാൻ തുടങ്ങും. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യമാണത്രേ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ കല എന്തെന്ന് നമ്മൾ ആദ്യം പഠിക്കുക. അതിനുശേഷം അർഹരായവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അർഹത ഉള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിൽ രക്ഷപ്പെടുത്തിയെടുക്കുക. നിലവിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മെന്റേഴ്സ് ആണോ? മെന്ററിങ് ചെയ്യുന്നവരാണോ? Again, you can unmute your mic and speak. How many of you are mentors right now? പ്രൊഫഷണലി അല്ല. പ്രൊഫഷണലി അല്ല. ഓക്കെ, ഫൈൻ. പ്രൊഫഷണലി മെന്ററിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ സീ ഓർ ലെറ്റ് മീ നോ. പ്രൊഫഷണലി മെന്ററിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആകാൻ ആഗ്രഹമുണ്ടോ? ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ
അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ, യെസ്, വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഈ വളരെ വിശാലമായി അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു, റോം വാസ് നോട്ട് ബിൽറ്റ് ഓൺ എ ഡേ. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല റോമ സാമ്രാജ്യം. നമ്മളൊരു പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കൊരു വർഷം വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ 8 മാസം വേണ്ടി വന്നേക്കാം. ഒരു മെന്റർ ആവണമെങ്കിൽ നമ്മളും അല്പം സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് യഥാർത്ഥത്തിൽ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് അതിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് മികച്ച മെന്റർ ആവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കോഴ്സാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. കാരണം നമ്മുടെ ഈ മെന്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരാളെ നാം വിധേയനാക്കുകയല്ല, പകരം ഒരാളെ നാം ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ഒരാളിൽ ഒരു സ്വാധീനം ഉളവാക്കാതെ നമുക്ക് ഒരാളെ മെന്ററിംഗ് ചെയ്യാൻ പറ്റുകയില്ല. ഒരാളുടെ അച്ഛനോ അമ്മയോ ആ കുട്ടിയെ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അവരെ നിർബന്ധിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ആ കുട്ടി ഒരു കാരണവശാലും നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയോ ചെയ്യുകയോ ചെയ്യത്തില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ആക്ഷൻ ബ്രിങ് റിസൾട്ട്, നോട്ട് വേർഡ്സ് ഓർ തോട്ട്സ്. വാക്കുകളോ ചിന്തകളോ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല, ആക്ഷൻസ് മാത്രമാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. സോ ഒരു മെന്റർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യണമെങ്കിൽ, ആ വ്യക്തി അനുസരിക്കണമെങ്കിൽ, സന്തോഷത്തോടു കൂടി ചെയ്യണമെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് സംഭവിക്കണം. ഒരു സ്വാധീനം ഉണ്ടായിരിക്കണം മെന്റർക്ക് മെന്റിയിൽ. അത് ആദ്യത്തെ സ്റ്റെപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കാരണം ഒരേ മെത്തേഡിലൂടെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് പീപ്പിൾ ആർ thinking differently. People are from different background. They have different personality. They have different culture. They have different knowledge level. They have different attitude. Their skill level is different. So every people who are coming to us is a heterogeneous. അതുകൊണ്ട് ഒരേ ടെക്നിക്ക് കൊണ്ട്, ഒരേ മെത്തേഡ് കൊണ്ട് we cannot influence anyone. Because each individual is unique. ഓരോ വ്യക്തികളും, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 600 കോടി ജനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ലക്ഷം കോടി ജനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25,000 ലക്ഷം കോടി ജനങ്ങളുണ്ടെങ്കിൽ, ഇത് ഓരോരുത്തരും യുണീക്ക് ആണ്, ഡിഫറെന്റ് ആണ്. സോ ദ ആർട്ട് ഓഫ് മെന്ററിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. അങ്ങനെ ആ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ we will be able to know, we will be able to diagnose or learn the human mechanism. അപ്പൊ നമ്മൾ പീപ്പിൾ മെക്കാനിസം പഠിക്കണം, ആളുകളെ മനസ്സിലാക്കുന്ന രീതി പഠിക്കണം. I will give you a small example here. എൻ്റെ അറിവ്, ഞാനിപ്പോ പറയാൻ പോകുന്ന അറിവ് ലിമിറ്റഡ് അറിവേ ഉള്ളൂ, എങ്കിലും ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് ഹരി, ഈ മറ്റുള്ള ചികിത്സാ സമ്പ്രദായം പോലെയല്ല ആയുർവേദ ചികിത്സ. ആയുർവേദം ചികിത്സിക്കുന്നത് രോഗിയെയാണ്, രോഗത്തെയല്ലെന്ന് പറഞ്ഞു. അതായത് ഒരേ രോഗവുമായി 3 പേർ ചികിത്സയ്ക്ക് വന്നാൽ 3 പേർക്കും കൊടുക്കുന്ന മെഡിസിൻ വ്യത്യാസപ്പെട്ടേക്കാം. കാരണം അസുഖത്തിനെയല്ല ആയുർവേദം ചികിത്സിക്കുന്നത്, ആ അസുഖം പേറി വരുന്ന രോഗിയുടെ രീതികളെയും ശരീരത്തിന്റെ പ്രത്യേകതകളെയുമാണ് ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ അസുഖത്തിന് വന്ന 3 പേർക്ക് 3 മരുന്നെന്ന് പറയുന്ന പോലെ ഒരു മെന്ററിങ്ങിന് വരുന്ന 1000 ആളുകൾ ഉണ്ടെങ്കിൽ there may be thousands types personality. 1000 വ്യത്യാസപ്പെട്ട ആളുകളായിരിക്കും. സോ എല്ലാവരെയും ഒരേ ആയുധം കൊണ്ട്, അല്ലെങ്കിൽ ഒരേ സമ്പ്രദായം കൊണ്ട്, ഒരേ മെത്തേഡ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ പഠിക്കേണ്ടി വരും ഏതെല്ലാം ടൈപ്പ് ആളുകളാണ് ഉള്ളത്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെ സ്ഥാനം നേടാം. സോ ഡിയർ ഫ്രണ്ട്സ്, വൺ തിങ് ഈസ് ദെയർ. ഒരാളുടെ മനസ്സിൽ സ്ഥാനം നേടാതെ നമുക്ക് ആ വ്യക്തിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. Can you agree with me? Can you agree with me? Yes, sir. അപ്പൊ നിങ്ങളൊരു കമ്പനിയുടെ ബോസ് ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒരു കമ്പനിയുടെ ബോസ് ആണെങ്കിൽ
നിങ്ങളുടെ ശമ്പളം പറ്റുന്ന ആൾക്കാർ, നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളെ പേടിച്ച് ഒബേ ചെയ്യും. നിങ്ങൾ പറയുന്നത് പേടിച്ചനുസരിക്കും. റെസ്പെക്ട് കൊണ്ടോ സ്നേഹം കൊണ്ടോ ആയിരിക്കണം നിർബന്ധമില്ല. നേരെ മറിച്ച് 2 മാസം ശമ്പളം കൊടുക്കാതിരുന്ന് നോക്കൂ, നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും. സോ അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ടല്ല അവരനുസരിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മെന്റി ആയിട്ട് വരുന്നവനെ നമ്മൾ ഒന്നും തന്നെ അവന് കൊടുക്കുന്നില്ല, പകരം നാം കൊടുക്കുന്നത് ഉപദേശം. ഉപദേശമാണ് എന്ന് മനസ്സിലായാൽ നോബഡി വിൽ ഒബേ ദാറ്റ്. അതുകൊണ്ടാണല്ലോ അച്ഛനമ്മമാര് പറയുമ്പോൾ അത് ഉപദേശം ഉപദേശം എന്ന് പറയുന്നത്. അച്ഛനമ്മമാർക്ക് ഉപദേശിക്കാൻ മാത്രം അറിയാവോ എന്നാ പറയാ. അപ്പോ നമ്മൾ കൊടുക്കുന്ന ഉപദേശമല്ല. മെന്റർ ഈസ് നോട്ട് അഡ്വൈസിങ്. മെന്റർ അവന് വഴികാട്ടുകയാണ്, വിളക്ക് മുമ്പിൽ പിടിക്കുകയാണ്. പക്ഷെ നാം പിടിക്കുന്ന വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് അവർ വരണമെങ്കിൽ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതൊരു വലിയ കലയാണ്. ആ ഒരു വലിയ കാര്യം പഠിക്കാതെ we won't become a mentor in our life. So that is very very interesting, very interesting. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ സൈക്കോളജി ഒന്നും പഠിക്കാൻ പോണ്ട. യു ജോയിൻ വിത്ത് മീ. ഐ ആം റെഡി ടു ടീച്ച് യു വാട്ട് ഈസ് ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ഹൗ ടു ടാക്കിൾ പീപ്പിൾ, ബിക്കോസ് ഐ ആം ഡൂയിങ് all these things for the last few years. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫുൾ ടൈം പാക്കേജിൽ 78 മെന്റീസ് വന്നു പോയിട്ടുണ്ട്. എന്റെ ഫുൾ ടൈം പാക്കേജ് എന്ന് പറയുന്നത് 15 മണിക്കൂർ പേഴ്സണലി എന്റെ മുമ്പിൽ വന്നിരിക്കണം. 15 മണിക്കൂർ പേഴ്സണലി എന്റെ മുമ്പിൽ ഇരിക്കണം. അതാണ് ഞാൻ അങ്ങനെ 78 പേരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വൺ ടൈം ആയിട്ട് അല്ലെങ്കിൽ വൺ ടൈം ഒക്കെ ആയിട്ട് ഞാനൊരു 400-ന് മുകളിൽ ആൾക്കാരെ മെന്ററിങ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആളുകളെ മാറ്റുക എന്ന് പറയുന്ന ആ വലിയ കല നമ്മൾ പഠിക്കണം. മാത്രമല്ല, നമുക്ക് മെന്ററിങ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് മെന്ററിങ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഒരു 6 എണ്ണം പറയാം. ഞാൻ എന്റെ ബ്രൗസറിൽ കാണിച്ചിരിക്കുന്ന 6 മെന്റർഷിപ്പ് തന്നെയാണ്. ഒന്ന് പേഴ്സണൽ മെന്ററിങ്. ഒന്നാമത്തെയാണ് പേഴ്സണൽ മെന്ററിങ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിത്വത്തിനെ ഉയർത്തുക. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മളെല്ലാവരും പറയാറുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, ബിഫോർ സെറ്റിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ, വാട്ട് ഷുഡ് ബി ഡൺ ഫസ്റ്റ് ഈസ് we have to develop our personality. നമ്മൾ റോൾ മോഡൽ അല്ല എങ്കിൽ nobody will follow us, nobody will come to us. അഥവാ 1-2 തവണ വന്നാൽ they will escape from us. അവർ ഓടി നമ്മളിൽ നിന്ന് പോകും. കാരണം our words is, നമുക്ക് എങ്ങനെ വേണേൽ സംസാരിക്കാം, എനിക്ക് എങ്ങനെ വേണേൽ സംസാരിക്കാം. പക്ഷെ എന്നെ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് സത്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ a person with enough communication skill can speak like anything. People believe that. But once we start behaving with that person, ആ വ്യക്തിയുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണോ ഇല്ലയോ, ഇയാൾ കഴിവുള്ളവനാണോ ഇല്ലയോ, ഇയാളുടെ കൂടെ കൂടിയാൽ എനിക്ക് മാറ്റമുണ്ടാകുമോ ഇല്ലയോ. പീപ്പിൾ വിൽ ഡയഗ്നോസ് ഇറ്റ് വിത്തിൻ 2 days ഓർ വിത്തിൻ ഹാഫ് ആൻ അവർ. അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ വിത്തിൻ 5 minutes we can judge a person. അതായത് കഴിവുള്ള ഒരാൾക്ക്, ബുദ്ധിയുള്ള ഒരാൾക്ക്, വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരാളെ പിടിക്കാൻ കഴിയും. അതൊരു വലിയ കലയാണ്. ആ കലയും നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ആരെയെല്ലാം മെന്ററിങ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുള്ളൂ. അതർവൈസ് വി വിൽ സ്റ്റാർട്ട് മെന്ററിങ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. സോ ഡിയർ ഫ്രണ്ട്സ്, ലോകത്തെ എല്ലാവരെയും മെന്റർ ചെയ്യാൻ ഒരാൾ വിചാരിച്ചാൽ സാധിക്കത്തില്ല. നമുക്ക് മെന്റർ ചെയ്യാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളുള്ള ആളുകളുണ്ട്. അത് മനസ്സിലാക്കലും മെന്ററിങ്ങിന്റെ ഏറ്റവും വലിയ കലയാണ്. സോ ഹൗ ടു ഡിറ്റക്ട് ഓർ അനലൈസ് ദാറ്റ് വി കനോട്ട് മെന്റർ ദാറ്റ് പേഴ്സൺ, നമുക്ക് അയാളെ മെന്ററിങ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് അയാളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ 5 മിനിറ്റിൽ നമ്മുടെ കഴിവുകൊണ്ടാണ്. അതുപോലെ അയാൾക്ക് പറ്റിയ ഒരാളാണോ നമ്മൾ, അയാളെ മെന്ററിങ് ചെയ്യാൻ നാം കഴിവുള്ള ആണോ എന്ന് അയാളും മനസ്സിലാക്കും. സോ ഓൾ ദീസ് ആർ കോൾഡ് സ്കിൽസ്. ഈ സ്കിൽസ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മെന്ററിങ്ങിലേക്ക് പോകാവൂ. ആദ്യത്തെ മെന്ററിങ്ങിനെ വിളിക്കുന്നത് പേഴ്സണൽ മെന്ററിങ് എന്നാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ, ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുക, അതിന് ആ വ്യക്തി പേഴ്സണലായിട്ട് ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ പ്രത്യേകതകൾ, ആ വ്യക്തി ഏത് രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എവിടെയെല്ലാം കറക്റ്റ് ചെയ്യാനുണ്ട്. സ്കില്ലിലേക്ക് ഒരിക്കലും പോകുന്നില്ല, സ്കിൽ ലെവലിലേക്ക് പോകുന്നേ ഇല്ല. ആ വ്യക്തിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ്,
ഏത് ലെവലിലാണ് അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കിടക്കുന്നത്, എവിടെയാണ് അവർ പതറിപ്പോകുന്നത്, എവിടെയാണ് അവർക്ക് കൂടുതൽ ഷൈൻ ചെയ്യാൻ സാധിക്കുന്നത്, ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു മെന്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ മെന്ററിങ് എന്ന് പറയും. സോ യു ക്യാൻ ഡു സം പേഴ്സണൽ മെന്ററിങ് ഇൻ അതേഴ്സ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് മെന്ററിങ്ങിനാണ് അക്കാഡമിക് മെന്ററിങ്. അക്കാഡമിക് മെന്ററിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം, ആ വ്യക്തിയുടെ അറിവിന്റെ തലം എത്രയാണ്, ആ വ്യക്തി പഠിക്കുന്ന രീതി എങ്ങനെയാണ്, എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകതകൾ. പഠനത്തിൽ താഴേക്ക് പോകുന്ന 12 കാരണങ്ങളുണ്ട്. There are 12 reasons why a student is not learning properly. ആ 12 കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ കാരണങ്ങളുള്ള കുട്ടിയെ ചിലപ്പോൾ 4, 5, 6 കാരണങ്ങൾ ഒരു കുട്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ അവരെ ക്യൂർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാം. കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ. നിങ്ങൾക്ക് ഇന്ന കുഴപ്പമൊന്നും കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ലാബിൽ കണ്ടുപിടിക്കുന്നു നമുക്ക് എന്തോ പോരായ്മയുണ്ട്. ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു? അതിനെ സോൾവ് ചെയ്യാനുള്ള മെഡിസിനും തരുന്നു. അതർവൈസ് ദാറ്റ് ഫൈൻഡിങ് ഈസ് നോ യൂസ്ഫുൾ. സിമിലർലി നമുക്ക് ഫൈൻഡിങ്സ് മാത്രം പോരാ, അത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആർട്ട്. അതാണ് കല എന്ന് പറയുന്നത്. അതിന് ഒരു നല്ല പഠനം അതിന്റെ ബാക്കിൽ നടത്തേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് അക്കാഡമിക് മെന്ററിങ്. ആ കുട്ടിയുടെ ഓർമ്മശക്തി എത്രയാണ്, ഓർമ്മശക്തി ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അതിന് എന്തെല്ലാം എക്സസൈസ് കൊടുക്കാൻ പറ്റും. ഉപദേശം വിൽ നോട്ട് വർക്ക്, നോ അഡ്വൈസ് വർക്ക്. ഒരു കുട്ടിയെ നമുക്ക് ഉപദേശം നേരാക്കാൻ പറ്റില്ല. ദേ നീഡ് ഡെഫിനിറ്റ് പ്രാക്ടീസസ്. അതായത് അവർക്ക് ശരിക്കുള്ള പ്രാക്ടീസ് കൊടുക്കണം നമ്മൾ. ബെറ്റർ പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ബെറ്റർ പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ്. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കേൾക്കില്ല, ബെറ്റർ അഡ്വൈസ് വിൽ മേക്ക് എ പേഴ്സൺ പെർഫെക്റ്റ്. നോ വെയർ ഇറ്റ് ഈസ് റിട്ടൺ. മികച്ച ഉപദേശങ്ങളാണ് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെ നമ്മൾ കേൾക്കാൻ വഴിയില്ല. Better practice. So mentor has to decide the practices also, dear friends. By being a mentor, we have to instruct them what should be practiced. ഒരാളുകളെ മാറ്റിയെടുക്കാനുണ്ടല്ലോ, ഒരു സിമ്പിൾ പ്രാക്ടീസ് മതിയാവും ഒരാളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുത്ത്, അത് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് അയാളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നാണ് അക്കാഡമിക് മെന്ററിങ് എന്ന് പറയുന്നത്. Hope you got all the two. രണ്ട് മെന്ററിംഗും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. One is personal mentoring and the other one is academic mentoring. If you have any doubt, please speak me. Let me know, dear friends. No, sir. No, thank you. No, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്തിലേക്ക് പോകാം. Third one is called career mentoring. മൂന്നാമത്തെ പേരാണ് കരിയർ മെന്ററിങ്. അതായത് ഒരു വിദ്യാർത്ഥി നല്ലവണ്ണം പഠിക്കുന്നു, ആ സ്റ്റുഡൻസ് നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു സെലക്ട് ദെയർ കരിയർ. ഫ്രണ്ട്സ്, ലെറ്റ് മീ ടെൽ യു വൺ തിങ് ഫ്രാങ്ക്ലി റൈറ്റ് നൗ. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടി കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ എന്ത് കരിയർ സാറേ ഞാൻ എടുക്കണ്ടേ, ടീച്ചറെ ഞാൻ ഈ +2 കഴിഞ്ഞിട്ട് എന്താ പഠിക്കണ്ടേ, ടീച്ചറെ ഞാൻ 10 കഴിഞ്ഞ ഏത് കോഴ്സിനാ പോണ്ടേ, നെവർ യു അഡ്വൈസ്. Because that is only an advice that anyone can do. നമ്മൾ അവിടെ അഡ്വൈസ് അല്ല കൊടുക്കണ്ടേ. നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരു കുട്ടിയുടെ 5 ഡയമെൻഷണൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു അക്കാഡമിഷ്യന്റെ അല്ലെങ്കിൽ ഒരു അക്കാഡമിഷ്യൻ അല്ല, ഒരു അക്കാഡമിയിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് 5 ഡയമെൻഷണൽ പേഴ്സണാലിറ്റി ഉണ്ട്. ആ 5 ഡയമെൻഷണൽ പേഴ്സണാലിറ്റി അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ പേഴ്സണാലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല ഒരു കരിയർ ഇന്നതായിരിക്കും എന്ന് പറയാം. ഡോൺ യു ഫിക്സ്. നമ്മൾ ഒരിക്കലും ഫിക്സ് കൊടുക്കാൻ പാടില്ല. കാരണം ആ സെലക്ഷന്റെ പരമാധികാരി ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛനമ്മമാരോ ടീച്ചറോ കൗൺസിലറോ മെന്ററോ അല്ല അത് ചെയ്യേണ്ടത്. ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു സെലക്ട് ദ കരിയർ ഈസ് ദാറ്റ് പേഴ്സൺ ഇറ്റ് സെൽഫ്. അപ്പൊ നമ്മുടെ ജോലി എന്താ? അവരെ സഹായിക്കുക. അവർക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെയും കൊണ്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക, അവരെയും കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി, സാർ എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ +1 ഏതെടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിയെ പറ്റി ഒന്നും അറിയാതെ നീ ബയോമാത്സ് എടുക്ക്, അല്ലെങ്കിൽ നീ കൊമേഴ്സ് എടുക്ക്, അല്ലെങ്കിൽ നീ കമ്പ്യൂട്ടർ എടുക്ക് എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഉദാഹരണം, വെരി സിമ്പിൾ എക്സാമ്പിൾ. രാവിലെ
ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഷർട്ടും പാൻറ്റും ഇട്ട് കാലടി, എൻ്റെ വീട് കാലടിയാണ്, അങ്കമാലി കാലടിയാണ് എൻ്റെ വീട്. ഞാൻ കാലടി ജംഗ്ഷനിൽ വന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ ഒരു 4 കോടി ജംഗ്ഷനിൽ നിൽക്കുക, ചേട്ടാ ഞാൻ ഏത് ബസ്സിൽ കയറി ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടത്, ഏത് ബസ്സിലാണ് ഞാൻ കയറി പോകേണ്ടതെന്ന് ചോദിച്ചാൽ അയാള് ആദ്യം വരുന്ന ചുവന്ന ബസ്സിൽ കയറി പോകുന്നു അറിയോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ബസ്സിൽ കയറി പോകുന്നു അറിയോ, അല്ലെങ്കിൽ ഇരിക്കാൻ സീറ്റുള്ള ബസ്സിൽ കയറുമെന്ന് അറിയോ, അല്ലെങ്കിൽ ലൈലാൻഡ് എഞ്ചിനുള്ള സീറ്റ് ബസ്സിൽ കയറി പോകുന്നു അറിയോ? അയാൾ എന്താ ചോദിക്കുക, മോനെ നിനക്ക് എവിടേക്ക് പോകണം? അപ്പൊ ഞാൻ പറയും എനിക്ക് പോകേണ്ടത് പെരുമ്പാവൂർക്കാണ്. അങ്ങനെയാണെങ്കിൽ ദാ അങ്ങോട്ട് നീങ്ങിയെന്നോ ആ ഇടത്തോട്ട് നീങ്ങിയെന്നോ ആ ചെരുപ്പ് കടയുടെ മുമ്പിൽ ബസ് വരും, അവിടെ നിർത്തും, നീ പിടിച്ച് കയറിക്കോ, നിനക്ക് പെരുമ്പാവൂരെത്താം. നേരെ മറിച്ച് ഞാൻ പറയുന്നത് എനിക്ക് ആലുവയ്ക്കാന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും, നീ നേരെ സ്ട്രൈറ്റ് ആയുള്ള വഴി പോയിട്ട് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, ആ ഹോട്ടലിന്റെ മുമ്പിൽ നിന്നോ, അതാണ് ബസ് സ്റ്റോപ്പ്, അവിടെ വണ്ടി വരും. സോ ഒരു ജംഗ്ഷനിൽ പോയിട്ട് ഞാൻ ഏത് ബസ്സിൽ കയറി പോകണം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒരു വിദ്യാർത്ഥി നമ്മളോട് ചോദിക്കുന്നത്, സാറേ അല്ലെ ടീച്ചറെ ഞാൻ ഇനി അടുത്ത എന്ത് കോഴ്സാണ് പഠിക്കണ്ടേ? പ്ലീസ് ഡോണ്ട് സ്പീക്ക് ദ ആൻസർ. പകരം ആ വ്യക്തിക്ക് 5 ടൈപ്പ് അനലൈസേഷൻ നമ്മൾ നടത്തണം. 5 അനലൈസേഷൻ നടത്തിയിട്ട് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം, സുഹൃത്തെ നീ ഇന്ന രീതികളുള്ള കുട്ടിയാണ്, നിന്റെ രീതികളും പ്രത്യേകതകളും, ആ 5 കാര്യങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇങ്ങനെയുള്ള നിനക്ക് ഏറ്റവും സ്യൂട്ട് ആയത് ഈ 3 മേഖലയാണ്. നൗ യു സെലക്ട് വാട്ട് വിൽ ബി ദ. എന്നാലോചിച്ച് നോക്കിയേ, എന്ത് രസാന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ആ വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെട്ട് അവനെയും കൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യിപ്പിച്ചാൽ പിന്നെ അവനെ ഒന്നും വേണ്ട, തള്ളേം വേണ്ട, പഠിക്കടാന്നും പറയണ്ട, വായിക്കടാന്നും പറയണ്ട, കാലത്തണിക്കടാന്ന് പറയണ്ട, ഒന്നും പറയണ്ട. He or she will do everything. So this is called empowering, my dear friends. This is called empowering or transformation. അല്ലാതെ ഏറ്റവും നല്ല കോഴ്സ് അന്വേഷിക്കലല്ല വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കോഴ്സ് പറഞ്ഞു കൊടുക്കലും അല്ല വേണ്ടത്. അവരുടെ ചോദ്യങ്ങൾ അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് അവർക്ക് അറിയേണ്ടത്. So this is called academic mentoring. And next one is called professional mentoring. ഒരു ജോലിക്കാരനോ ഒരു ജോലിക്കാരിയോ ഒരു ബിസിനസ്സുകാരനോ തൻ്റെ കർമ്മ മേഖലയിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഉയരാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് വിജയിക്കുന്നില്ല, സാർ ഞാൻ ട്രെയിനിങ് തുടങ്ങിയിട്ട് 5 വർഷമായി, എനിക്ക് ഇപ്പോഴും നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ, സാർ ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട്, ഞാൻ എക്സാമ്പിളുകൾ മാത്രമാണ് പറയുന്നത് കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഒരു ടീച്ചറായി കയറിയിട്ട് 12 വർഷമായി, ഇപ്പോഴും ഞാനൊരു ചെറിയ സ്കൂളിൽ ചെറിയ സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ എനിക്കൊരു 50,000 രൂപ സാലറി ഉള്ള ഒരു ടീച്ചറായി മാറണം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല സാർ. യു ക്യാൻ മെന്റർ ദാറ്റ് പേഴ്സൺ. പ്രൊഫഷണൽ മെന്ററിങ്. സാർ എൻ്റെ കമ്പനിയുടെ സെയിൽസ് 20 ലക്ഷത്തിൽ കൂടുന്നില്ല, എനിക്ക് 20 ലക്ഷത്തിൽ കൂടുതൽ സെയിൽസ് വരുന്നില്ല, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് 20, 18, 21 ലക്ഷം, ഇങ്ങനെ എനിക്കൊരു 30 ലക്ഷം രൂപ സെയിൽസ് വേണം സാർ. യു ക്യാൻ ടേക്ക് ദാറ്റ് പേഴ്സൺ ഫോർ പ്രൊഫഷണൽ മെന്ററിങ്. സാർ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, ഞാൻ കുറെ ടെസ്റ്റ് എഴുതുന്നുണ്ട്, എനിക്ക് എന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആളുകളുമായിട്ട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല, എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് അവരോട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യു ക്യാൻ ടേക്ക് ദാറ്റ് പേഴ്സൺ ഫോർ പ്രൊഫഷണൽ mentoring. So dear friends, everything there is a solution. First thing is learn, practice and teach. This is the life principle, dear friends. Learn, practice and teach. നമ്മൾ ആദ്യം പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക, ആളുകളെ മാറ്റിയെടുക്കുക. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രൊഫഷണൽ മെന്ററിംഗ് ആണ് ഇതിന്റെ 4ാമത്തെ ഒരു മെന്ററിംഗ്. Then 5th one is called work life balancing എന്ന് പറയുന്ന മെന്ററിംഗ്. അതായത് ചില വ്യക്തികൾക്ക് ഫാമിലിയും വർക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ് ഇൻ ഫാമിലി, ഇഷ്യൂസ് ഇൻ വർക്ക്. അപ്പൊ ഈ രണ്ടും കൂടെ ആ പ്രഷർ താങ്ങാൻ പറ്റാതെ, രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു 200-ന് മുകളിൽ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് ദേ ആർ വെരി എഫിഷ്യന്റ്, ദേ ആർ വെരി സ്കിൽഡ്, but they are not able to cope up or manage family and work together. ഒരേ സമയത്ത് ഒന്നല്ല ഫാമിലിയിൽ പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ വർക്കിൽ പ്രശ്നം വരുന്നു. ഫാമിലിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വർക്കിൽ താഴെ പോകുന്നു, വർക്കിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഫാമിലി ലൈഫ് താഴെ. സോ ദർ ഈസ് എ റീസൺ ബിഹൈൻഡ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള സമയത്ത് മാത്രം വി ഹാവ് ടു ലേൺ ദ ഡ്യുവൽ പേഴ്സണാലിറ്റീസ്. ആ ഫാമിലിയിൽ ഒന്നിലധികം ആളുകളിൽ നിന്ന് പഠിക്കേണ്ടി വരും, അല്ലാതെ അത് ശരിയാവത്തില്ല. ഈ നേരത്തെ പറഞ്ഞ ഒക്കെ സിംഗിൾ ഒരാൾ മാത്രം മെന്ററിങ് ആയിരുന്നു. പക്ഷെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ ഫാമിലിയിലെ മറ്റൊരാളെയും കൂടി നമ്മുടെ മുമ്പിലേക്ക് ഇരുത്തേണ്ടി വരും.
അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി മെന്ററിങ്ങിന് പോകുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. കാരണം രണ്ടുപേരും ഒരേ ഇഷ്ടത്തോടു കൂടി നമ്മുടെ മുമ്പിൽ വന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞ നേരത്തെ എല്ലാ മെന്ററിങ്ങും സിംഗിൾ പേഴ്സണിൽ ഉള്ളതായിരുന്നു. പക്ഷെ ഫാമിലി മെന്ററിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ രണ്ടാമത്തെ മെമ്പർ കൂടെ അറിഞ്ഞ് വന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്കത് സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ മെന്ററിംഗ്. And one more mentoring, and the last mentoring is called emotional mentoring, and this is very 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 useful. ഏത് സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മളെ കേൾക്കാത്ത ഈ ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ ആൾക്കും ഏറ്റവും ചെറിയ ആൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒന്നിന്റെ പേരാണ് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഈ ശരിയാകാതെ വരിക എന്ന് പറയുന്നത്. അതിനെ ആ ഒരു മെന്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ മെന്ററിങ്, അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് മെന്ററിങ് ആണ് യഥാർത്ഥത്തിൽ ഉള്ളത്. പക്ഷെ ഇതിന്റെ സബ് മെന്ററിങ് ആയിട്ട് കുറെ ഉണ്ട്. വെൽനസ് മെന്ററിങ് ഉണ്ട്, ഹെൽത്ത് മെന്ററിങ് ഉണ്ട്, അങ്ങനെ പല പല മെന്ററിങ് ഇതിന്റെ ഇൻസൈഡിൽ വരുന്നുണ്ട്. ഇപ്പൊ പേഴ്സണൽ മെന്ററിങ്ങിന്റെ കീഴെ വരുന്ന ഒന്നാണ് ഹെൽത്ത് മെന്ററിങ്, വെൽനസ് മെന്ററിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് അതെല്ലാം സബ് ആയിട്ട് വരുന്ന. സോ ബേസിക്കലി there are 6 types of mentoring. ഈ ഒരു കല നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ജോയിൻ വിത്ത് മീ. ഞാൻ 41 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട്. ഈ 41 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞു തരുന്നത്. ഒന്ന്, നിങ്ങളെ ഞാൻ മെന്ററിങ് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഒരു മെന്ററിങ് സ്വീകരിക്കാം. 2, നിങ്ങൾക്കൊരു മെന്റർ ആകാം. ഹൗ യു ക്യാൻ ബി an effective mentor. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ 41 മണിക്കൂർ പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 41 മണിക്കൂർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിന്റെയും ഏറ്റവും അടിസ്ഥാനമായ ക്രീം ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്പർ 1, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണ് ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. കേൾക്കുമ്പോൾ സെന്റൻസ് വൈസ് ആയിട്ട് ഒരൊറ്റ സെന്റൻസിൽ പറയാമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വളരെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം, നമ്മളൊന്ന് ട്രൈ ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷെ ഒരിക്കൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ then it will be very very easy to handle with people. വളരെ സൗകര്യമാണ് ആളുകളെ മാറ്റിയെടുക്കാൻ. അങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നാം എന്താണ് ആദ്യം പഠിക്കേണ്ടത്? എത്ര ടൈപ്പ് പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അവരോട് സംസാരിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം ഒഴിവാക്കണം, എന്തെല്ലാം കൊണ്ടുവരണം. ഇത്രയും ഇതാണ് എൻ്റെ ഒരു ബേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ വളരെ നിസ്സാരമെങ്കിലും ഇതാണ് ഏറ്റവും ബേസ് സ്റ്റഡി. ദെൻ ആളുകളെ ആദ്യം അനലൈസ് ചെയ്യുക, അതാണ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, അനലൈസ് പീപ്പിൾ എന്ന് പറയും. ആൻഡ് സെക്കൻഡ് ഫേസ്, അവരുടെ എന്തൊക്കെയാണ് അവരുടെ വീക്ക് പോയിന്റ്സ്. അവർ പലതും പറയും, പക്ഷെ അതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ കാരണങ്ങൾ ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ലായിരിക്കും. എൻ്റെ മുമ്പിൽ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ വന്നിട്ടുണ്ട്. അവർ പറയുന്ന ആയിരിക്കില്ല അവരുടെ പ്രശ്നങ്ങൾ. സോ അവരുടെ ഡ്രോബാക്സ്, അവരുടെ എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു, ഇതൊക്കെ നമ്മളൊന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നതാണ് സെക്കൻഡ് ഫേസ്. ആൻഡ് തേർഡ് ഫേസ് എന്ന് പറയുന്നത് അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. സോ there are 3 things is happening in this mentoring process and which is very 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 deep. 3 things are happening. Number 1, identify the personality type. അതിനെ ഇൻഫ്ലുവൻസിങ് എന്ന് പറയും. ഐഡന്റിഫൈ ദ പേഴ്സണാലിറ്റി ടൈപ്പ്. ആൻഡ് സെക്കൻഡ് 2, ഫൈൻഡ് ഔട്ട് ദ ഡ്രോബാക്സ് ഓർ ലാക്ക് ഓഫ് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയിൽ ലാക്കിംഗ് ആയി നിൽക്കുന്ന പോരായ്മയുള്ളത് എന്തൊക്കെയാണോ വ്യക്തിയുടെ പ്രശ്നങ്ങളെന്ന് ആ വ്യക്തി പറയുന്നത് മാത്രമല്ല നമ്മൾ കണ്ടെത്തണം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് ഗിവിംഗ് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ. അവർക്കും കൂടെ ആ താല്പര്യമുളവാക്കുന്ന അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻസ് കൊടുക്കുക. ഈ 3 കാര്യങ്ങളും ഇഫക്റ്റീവായി നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ യു ക്യാൻ ബി ആൻ ഇഫക്റ്റീവ് മെന്റർ ഫോർ മെനി പീപ്പിൾ. അപ്പൊ ഈ ഒരു കോഴ്സാണ് ഞാൻ ഈ 41 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 41 മണിക്കൂർ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് എൻ്റെ ക്ലാസ് ഉള്ളത്. ആഴ്ചയിൽ 2 ദിവസം, അതായത് ഒരു ദിവസത്തെ ക്ലാസിന്റെ ദൈർഘ്യം 1 മണിക്കൂർ. സോ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന സമയം ഇതേപോലെ 9 തൊട്ട് 10 മണി വരെ ആണ്. ആഴ്ചയിൽ 2 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോ 2 ക്ലാസ് തമ്മിൽ 2 ദിവസമെങ്കിലും അകലം ഉണ്ടാവും. ഉദാഹരണം, തിങ്കളാഴ്ചയാണ് ക്ലാസ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും അടുത്ത ക്ലാസ് വരിക.
അല്ലെങ്കിൽ ചിലപ്പോൾ ചൊവ്വ ശനിയായിരിക്കും, ചിലപ്പോൾ തിങ്കൾ വ്യാഴമായിരിക്കും, അങ്ങനെയായിരിക്കും ക്ലാസ് പോവുക. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ടിസിപ്പൻസ് ചോയ്സസ് ആൾസോ. ചേരുന്നവരുടെ ചോയ്സ് അനുസരിച്ചാണ് അതിന്റെ തീരുമാനം വരുന്നത്. എനിവേ വീക്ക്ലി 2 ക്ലാസ്സസ്, 2 ക്ലാസ്സുകളായിരിക്കും വീക്ക്ലി 2 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 41 hours ആണ്. സോ ഇറ്റ് മേ ടേക്ക് 4 to 4 months അറ്റ്ലീസ്റ്റ്. 4 മാസം വരെ ദൈർഘ്യം ഉണ്ടാവും. 4 അല്ലെങ്കിൽ 5 മാസം വരെ ഉണ്ടാവും. 41 മണിക്കൂറാണ് ക്ലാസ്സിന്റെ സമയം. ഞാനത് കറക്റ്റ് മാസത്തിലേക്ക് നോക്കിയിട്ടില്ല. 4 അല്ലെങ്കിൽ 5 മാസം വരെ ഉണ്ടാവും. കാരണം ഒരാഴ്ചയിൽ 2 മണിക്കൂറാണ് ക്ലാസ്. അപ്പൊ ഒരു മാസം മാക്സിമം 10 മണിക്കൂർ വരെ വരാം. അപ്പൊ ഒരു 4.5 മാസം വരെ ആയിരിക്കും ഈ കോഴ്സിന്റെ ദൈർഘ്യം വരിക. ഈ 41 ദിവസത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെയും ഞാൻ മെന്റർ ചെയ്യും, നിങ്ങളെ മെന്റർ ആക്കാനുള്ള ക്ലാസ്സും പറഞ്ഞു തരും. ഇതാണ് അതിൽ വരുന്ന ടോപ്പിക്സ്. ഇനി ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു PPT ഷെയർ ചെയ്യാം. ആ PPTയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം. ഇതെല്ലാം ഇതിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഇനി പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതാണ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് വന്ന്. ഓക്കെ, 41 മണിക്കൂറാണ് പ്രോഗ്രാം. ക്ലാസ് ടൈം 9 തൊട്ട് 10 വരെ ആയിരിക്കും. പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് 1 മണിക്കൂർ ഒരു ദിവസം, 2 ദിവസമായിരിക്കും ഒരു ആഴ്ചയിൽ ക്ലാസ് ഉണ്ടാവുക. പ്ലാറ്റ്ഫോം സൂം തന്നെയായിരിക്കും. സൂം ഓൺലൈൻ ആയിരിക്കും പ്ലാറ്റ്ഫോം. ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. കാരണം നിങ്ങൾക്കൊരു മെന്റർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ടീച്ചറിൽ നിന്ന് ഒരു ഗുരു ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഗുരുവോ ട്രെയിനറോ, നല്ല ട്രെയിനറോ ഗുരുവോ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എൻ്റെ പ്രോഗ്രാമിന്റെ 41 മണിക്കൂർ പ്രോഗ്രാമിന്റെ ഫീസ് 10,000 rupees ആണ്. ഓൺലൈനുള്ള കോഴ്സാണ്. 10,000 രൂപയാണ് ഫീസ്. ഏർലി ബേർഡ് ഓഫർ 8,500 രൂപയാണ്. ഏർലി ബേർഡ് ഓഫർ 8,500 രൂപ അടച്ച് നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ എടുക്കാം. ജൂൺ 12 വരെ വൈകിട്ട് വരെ ഏർലി ബേർഡ് ഓഫർ സമയമുണ്ട്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 8,000 rupees ജോയിൻ ചെയ്യാം. ഇത് ടോട്ടൽ ഫീ ആണ്, ഇൻസ്റ്റാൾമെന്റ് ഫീ അല്ല. സോ ടോട്ടൽ 10,000 rupees ആണ് ഫീ. ഏർലി ബേർഡ് ഓഫർ ജൂൺ 12 വരെ കിട്ടും. 8,500 അടച്ചാൽ മതി. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 8,000 ആണ്. 2 പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നെ നേരത്തെ തന്നെ വിളിച്ച് ഈ ഫീസൊക്കെ അറിഞ്ഞിരുന്നു അവര്. സോ 2 പേർ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 8,000 അടയ്ക്കാം. ഇനിയിപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരം വരെ ഞാൻ ആ 8,000 ഓഫർ തരാം. കാരണം എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ ഇന്ന് ഉണ്ടാവില്ല, നാളെ ഉച്ചയ്ക്കേ ഉണ്ടാവുള്ളൂ, ഞാൻ 8,000 അടച്ച് ജോയിൻ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു നോ ഇഷ്യൂസ്, തരാമെന്ന് പറഞ്ഞു. അപ്പം നാളെ വൈകുന്നേരം വരെയാണെങ്കിൽ യു ക്യാൻ പേ മീ 8,000 ആൻഡ് ജോയിൻ ഫോർ ദ കോഴ്സ്. സോ ഇതാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങളെ 41 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ഹൗ ടു ഐഡന്റിഫൈ പീപ്പിൾ, എങ്ങനെയാണ് നമ്മൾ ആളുകളെ മനസ്സിലാക്കുന്നത്. 2, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്. വെറുതെ ചോദിച്ചു പഠിക്കുകയല്ല കേട്ടോ, അതിന് ഒരുപാട് 5 മെത്തേഡ്സ് ഉണ്ട്. ഒരാളുടെ യഥാർത്ഥ പ്രശ്നം ആളെ അനലൈസ് ചെയ്യാൻ വേണ്ടി 5 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 35 ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ്. ആ 35 ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആളെ ഏതാണ്ട് നമുക്ക് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിടികിട്ടും. അങ്ങനെ നമ്മൾ അവരുടെ ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഫൈനലി വി ആർ ഗിവിംഗ് പ്രോപ്പർ സൊല്യൂഷൻസ്. ശ്രദ്ധിക്കുക, ഒരേ സൊല്യൂഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണാലിറ്റി. വി ആർ പ്രൊവൈഡിംഗ് ദം വിത്ത് ഡിഫറെന്റ് സൊല്യൂഷൻസ്. സോ ദിസ് ഈസ് ദ കോഴ്സ് ദാറ്റ് ഐ എം ഓഫറിംഗ് ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ഓപ്പൺലി ആസ്ക് മീ. എന്തും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും അറിയാമെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. കമോൺ, ആസ്ക് മീ. ഗൂഗിൾ പേ ആണോ ചെയ്യുന്നത്? അതോ ഗൂഗിൾ പേ എന്റെ തീർച്ചയായിട്ടും. ഇപ്പോ ഞാനിപ്പോ കാണിക്കുന്ന ഈ സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് എന്റെ നമ്പർ കാണാം. യു ക്യാൻ നോട്ടീസ് ഇറ്റ് ഡൗൺ. ഈ സ്ലൈഡിന്റെ അടിയിൽ ഒരു നമ്പർ കാണുന്നുണ്ടോ? നമ്പർ കാണുന്നുണ്ടോ? 9847628017. 9847628017. So this is my number. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഓഫർ ചെയ്യാനുള്ളത്,
ഞാൻ ഈ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ തന്നെയല്ല അത് പറയേണ്ടതെന്ന് അറിയാം. ബട്ട് യു ക്യാൻ ആസ്ക് ടു എൻ്റെ ഈ 78 ഡിസൈപ്പിൾസിൽ 78 മെന്റീസിൽ ഒരു മെന്റി ഈ ക്ലാസ് ഇപ്പൊ കേൾക്കുന്നുണ്ട് തന്നെ. ഒന്നിൽ കൂടുതൽ പേര് കേൾക്കുന്നുണ്ട്. ഇതിലിപ്പോ കുറെ പേര് എൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരാണ്. ട്രെയിനർ സെമിനാർ കഴിഞ്ഞവരുണ്ട് ഇവിടെ. സോ ഓമന ടീച്ചർ, യു ക്യാൻ സ്പീക്ക് സംതിങ് ഫോർ സംതിങ്. ഒരു മിനിറ്റ് സംസാരിക്കാം. ഓമന ടീച്ചറെ, യു ക്യാൻ സ്പീക്ക് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഫ്രം മീ. ഇറ്റ് വാസ് ബെനിഫിറ്റഡ് ഓർ നോട്ട്, യു ക്യാൻ സ്പീക്ക് ഫോർ ഒരു മിനിറ്റ് എടുക്കാം. താങ്ക് യു സർ. ഒരു ഗുരു എന്ന നിലയിൽ ഒത്തിരി താല്പര്യം തോന്നും. സാറിന് ഒത്തിരി ക്ഷമയും അതെല്ലാം നമുക്ക് അറിവ് പറഞ്ഞു തരാനുള്ള, അതിൽ പിശുക്ക് കാണിക്കാതെ അറിവ് പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൽ കടന്നു വന്നത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഇനി എൻ്റെ ഒരു ഫുൾ ടൈം മെന്റി ഇവിടെ ഉണ്ട്, വിനീത ടീച്ചറാണത്. ടീച്ചർ, യു ക്യാൻ സ്പീക്ക് യുവർ എക്സ്പീരിയൻസ്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെന്റി ആണ് വിനീത മിസ്, ഫുൾ ടൈം മെന്റി ആണ്. കമോൺ, യു ക്യാൻ സ്പീക്ക്. Yes sir, thank you sir. സ്വിച്ച് ഓൺ യുവർ ഫേസ്. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യൂ. അതർവൈസ് അതൊരു ആളുകൾക്ക് ഒരുപക്ഷെ ഞാൻ പറയിപ്പിക്കണമെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫൈൻ. ഞാനൊരു ഡിസ്റ്റർബൻസ് വന്നാലാണ് ഓഫ് ചെയ്തത്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഫസ്റ്റ്. പേര് വിനീത. ഞാൻ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ UP അധ്യാപികയാണ്. ഇപ്പൊ ട്രെയിനറാണ്. ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് സാറിനെ പരിചയപ്പെട്ടെ. അപ്പൊ എനിക്ക് ഒരു മെന്റർ ആവണം, ഇൻഫ്ലുവൻസ് ട്രെയിനർ ആവണം, ഇൻസ്പയറിംഗ് ടീച്ചർ ആവണം, ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന് പറ്റിയ ഒരു ആളാണ് ഹരിസാർ എന്ന് മനസ്സിലായി. നമ്മളെ മെന്റർ ചെയ്ത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ സാറിന്റെ ഒരു മെന്റിയാണ് ഇപ്പോ നിലവില്. അപ്പൊ എനിക്ക് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെനിക്ക് സ്വയം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നു. തീർച്ചയായിട്ടും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും അവരെ ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ. അപ്പൊ എനിക്ക് അതാണ് പറയാനുള്ളത്. സാറിന്റെ അടുത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു വിനീത ടീച്ചർ, ഓമന ടീച്ചർ. ഇവിടെ ഒരു എലിസബത്ത് ടീച്ചർ ഉണ്ട്. ലാസ്റ്റ് ഡേ ഞാൻ ടീച്ചറുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കാൻ പോയിരുന്നു. ടീച്ചർ, യു ക്യാൻ ഷെയർ ദാറ്റ് എക്സ്പീരിയൻസ്. കം ഓൺ, ടെൽ മീ. കഴിഞ്ഞ ഒരു 2 weeks, I think May last week എനിക്കൊരു ക്ലാസ് it was on Tuesday. So sir വന്നു. It was a very inspiring class. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ സമയം, ആ ഫുൾ ഡേ പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയും എഫക്റ്റീവ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. വന്ന ആ ക്ലാസ് സാർ പറഞ്ഞു ടീച്ചർ ടു ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ടീച്ചർ ടു എ ഗുരു. സോ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഐ റിയലി വാണ്ടഡ് ടു അറ്റൻഡ് ദാറ്റ് ക്ലാസ്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാനിപ്പോ സാറിന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സ്കൂളിന്റെ പേര് പറഞ്ഞില്ല. സ്കൂളിന്റെ പേര് പറഞ്ഞില്ല. കൂനമാവ് ചാവറ ദർശൻ CMI പബ്ലിക് സ്കൂൾ ഇൻ കൂനമാവ്, CBSE സ്കൂൾ. Okay, teacher. Thank you very much. And now we have Regina teacher. Regina Sebastian teacher. If you don't mind, please switch on the video. Teacher, കേൾക്കാവോ? Regina teacher കേൾക്കാമോ എന്നെ? ഇന്നലെ ടീച്ചർ, now you speak. Introduce yourself. ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു IT ടീച്ചറാണ്. ഞാൻ ഹരികുമാർ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സാറ് കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഡെഡിക്കേഷൻ ആണ് സാറിന്. ഇപ്പം വരാതിരിക്കുമ്പോൾ പോലെ സാറാണ് ആദ്യം വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് എത്ര സമയം വേണം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ എത്ര ക്ഷമയോടുകൂടിയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ചിലപ്പോ തന്നെ വിഷമം തോന്നും. കുട്ടികളാര് അത് സാറിന്റെ ആ ഒരു ആത്മാർത്ഥത അതിലോട്ട് കുട്ടികൾ എത്തുന്നില്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എത്തുന്നില്ല, സ്റ്റുഡൻസുകൾ എത്തുന്നില്ല. ആ ഒരു ലെവലിലാണ് സാറിന്റെ ഡെഡിക്കേഷൻ. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും സാറിനെ 100% ട്രസ്റ്റ് ചെയ്യാം. താങ്ക് യു ടീച്ചർ. 100%. കാരണം നിങ്ങൾക്ക് എന്താ പറയാ, വിശ്വാസം അതല്ലേ എല്ലാം, അല്ലെ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖമുദ്ര. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യാം. യു അറ്റൻഡ് 1 or 2 days. If you are not interested, definitely I will give you
100 more rupees നിങ്ങൾ അടച്ചതിന്റെ കൂടെ 100 രൂപയുടെ കൂട്ടി ഞാൻ തിരിച്ചങ്ങോട്ട് തന്നേക്കാം. You can trust me, no issues, because I am in this field for the last 18 years. Then Ambika teacher, boliana, something boliana. ഹരികുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സാറിനെ കണ്ടത് ഞങ്ങളുടെ ഓഫ്ലൈനിൽ അങ്കമാലി വെച്ച് തന്നെയാണ്. അന്ന് തന്നെ സാറൊരു വെറും ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ ഒരു മനുഷ്യൻ. ഇത്രയും വർഷം ട്രെയിനിങ് എടുത്തെങ്കിലും ഞങ്ങളെക്കാൾ വളരെ എളിമത്വമുണ്ട്. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കത് എത്ര നിസ്സാരമായിട്ടാണ്, എത്ര ഉദാഹരണത്തോടു കൂടിയാണ് സാറ് ക്ലാസ് ഓരോന്നും എടുക്കുന്നത്. തന്നെയാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും ജോയിൻ ചെയ്യാൻ വന്നതും. ജോയിൻ ചെയ്ത് കുറേ ക്ലാസ്സുകളൊക്കെ കേട്ടു. പിന്നെ സാറ് യൂട്യൂബിനകത്തിട്ട് കേട്ടു. എങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ സാറിനെ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എത്ര ക്ലാസ് മിസ്സായാലും ഡോണ്ട് വറി, ഐ വിൽ അപ്ലോഡ് ഈച്ച് ആൻഡ് എവറി ക്ലാസ് ഇൻ ടു മൈ യൂട്യൂബ് ചാനൽ എവറി ഡേ. സോ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് വീണ്ടും വീണ്ടും കാണാം, കേൾക്കാം, എല്ലാം ചെയ്യാം. നിലവിൽ എൻ്റെ 32 പേരുടെ ഓൺലൈൻ ക്ലാസ് 20 ദിവസത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ ക്ലാസ്സുകളും ഞാൻ ഇതുപോലെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ദിവസം കാണാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. യാ റെജിന ടീച്ചർ, നൗ ക്യാൻ യു ഹിയർ മീ? ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ടീച്ചറുടെ മൈക്ക് കംപ്ലൈന്റ് ആണ് ടീച്ചർ, അതാണ് അൺമ്യൂട്ട് ആയാലും കംപ്ലൈന്റ് ആണ്. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ജോയിൻ വിത്ത് മീ. Definitely you will be get benefited. This is 100% guarantee from me. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ശാന്തി ടീച്ചർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇൻസ്പിറേഷൻ ആണ്. ഓക്കെ, ടീച്ചർ തന്നെ സാറിനെ കുറിച്ച് പറഞ്ഞത് വളരെയധികം സാറ് എത്രത്തോളം പേഷ്യൻസ് ഉള്ള ഒരാളാണെന്നാണ് ആദ്യം തന്നെ ടീച്ചർ എന്നോട് പറഞ്ഞത്. എത്രത്തോളം വേണമെങ്കിലും നമ്മളുടെ കൂടെ ചെലവഴിക്കുന്ന ഒരാളാണ് എന്നാണ് എന്നോട് ടീച്ചർ പറഞ്ഞത്. അതെനിക്കിപ്പോ സാറിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി. എനിവേ, ഐ ആം റെഡി ടു ജോയിൻ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. നല്ല വാക്കുകൾക്കും നല്ല മനസ്സിനും നന്ദി. എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ്, നമ്മൾ 1 രൂപ നീ ഒരാളുടെ നിന്ന് മേടിച്ചാൽ 1.25 രൂപയുടെ റിസൾട്ട് തിരിച്ചു കൊടുത്തോളണം. 1 രൂപ നമ്മൾ ഒരാളുടെ നിന്ന് മേടിച്ചാൽ 1.25 രൂപയുടെ ഗുണം അയാൾക്ക് കൊടുത്തോളണം എന്ന് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചതാണ്. അത് ഇന്നും ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നിറവേറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടെ വരാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പ്ലീസ് ഇൻഫോം മീ. നിങ്ങളുടെ ഫീസിന്റെ കൂടെ 100 റുപ്പീസ് എക്സ്ട്രാ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ദിസ് ഈസ് മൈ ഗ്യാരണ്ടി. ദെൻ എനി മോർ ഡൗട്ട്സ്? നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് എൻ്റെ ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തവരാണ്. ഇനി അല്ലാത്തവരായ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് ആസ്ക് മീ പ്ലീസ്. വിനീത, അനിൽകുമാർ സാർ ഉണ്ടായിരുന്നു, പോയെന്തോ കാണുന്നില്ല. സാർ, ഈ കൗൺസിലിംഗിനുള്ള എത്തിക്സ് മാതിരി മെന്ററിംഗിന് എത്തിക്സ് ഉണ്ടോ? 100%. ഇത്ര കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരാളിൽ ഉള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ, മെന്ററിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിത നിലവാരത്തെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഒരു രോഗിയുടെ രോഗത്തിനെ മാറ്റിയെടുക്കുന്നതാണ് കൗൺസിലിംഗ് എങ്കിൽ, രോഗമില്ലാതിരിക്കാൻ ആരോഗ്യകരമായ ഒരവസ്ഥ ആ മനുഷ്യന് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നിനെയാണ് മെന്ററിംഗ് എന്ന് പറയുന്നത്. രോഗവുമായി വരുന്ന രോഗിയുടെ അസുഖം മാറ്റുന്ന പ്രോസസ്സാണ് കൗൺസിലിംഗ് എങ്കിൽ, രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ആ മനുഷ്യന് ജീവിക്കാൻ, ഏറ്റവും സന്തോഷവാനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ അതിനെയാണ് മെന്ററിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു എന്ന് മാത്രം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഞാനൊരു സ്റ്റുഡന്റ് കൗൺസിലർ കൂടിയാണ്. ഓ, താങ്ക് യു മാഡം. സന്തോഷം അങ്ങ് എൻ്റെ കൂടെ വന്നതിൽ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ?
You can ask anything regarding this. If you are interested, definitely you come and join with me. You taste the difference. Hello, dear friends. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? How many of you are registering with me today? How many of you are ready to register with me today? Okay, thank you, Indra teacher. Yeah, Vinita teacher already join ചെയ്തു കഴിഞ്ഞു. താങ്ക് യു. നാളെ വൈകിട്ട് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു ഫീസിൽ ചെയ്യാൻ കേട്ടോ. You can join with me by paying just 8,000 rupees. ഗുഡ് ഈവനിങ് സർ, ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ടീച്ചർ, യു പ്ലീസ് ഗൂഗിൾ പേ മീ. എന്നിട്ടൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണേ. കാരണം നാളെ ചെയ്യുന്നത്. നോ ഇഷ്യൂ. നിങ്ങളൊന്ന് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്യണം. എന്താ കാരണം അറിയാവോ? എനിക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ട് കുറെ എക്സർസൈസ് ചെയ്യാനുണ്ട്. കാരണം ഒരു ലേഡി കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് എത്രമാത്രം ഒരുങ്ങണമോ ശാരീരികമായി മാനസികമായി, അതുപോലെ നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. കാരണം ദിസ് ഈസ് എ വെരി ലോയൽ, എന്താ പറയാ, ഒരു വളരെ വലിയ ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വലിയ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ശരിക്കും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. സോ പ്ലീസ് ബി വിത്ത് മീ ഇൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ടീച്ചർ ടു ഗുരു. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് എനിക്ക് വരണം. വന്നാൽ അപ്പം തന്നെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യും. എവറി ഡേ ഞാൻ ഇതിനു വേണ്ടിയുള്ള ഓരോ ശ്രമങ്ങളായിരിക്കും. നമ്മൾ ഈ മാസം പകുതിക്ക് തന്നെ തുടങ്ങും കേട്ടോ. നമ്മൾ പകുതിക്കല്ല, നെക്സ്റ്റ് വീക്കിൽ തുടങ്ങാൻ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആർ യു റെഡി ടു സ്റ്റാർട്ട് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്? ഡിയർ ഫ്രണ്ട്സ്, ജസ്റ്റ് 2 days in a week. കുറച്ച് കമ്മിറ്റ്മെന്റ് എടുക്കണം കേട്ടോ. കുറച്ച് കമ്മിറ്റ്മെന്റ് എടുക്കണം. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഈ കോഴ്സിന്റെ പ്രത്യേകത, നമ്മൾ ജോയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നത്തിങ് വിൽ ഹാപ്പൻ. എവറിബഡി മസ്റ്റ് നോ ദാറ്റ് നത്തിങ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. സോ യു ഷുഡ് ടേക്ക് സം കമ്മിറ്റ്മെന്റ് ആൾസോ. കാരണം നമ്മളൊരു വലിയ കാര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകളെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന വലിയൊരു കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ എന്തായിരിക്കണം, കുറച്ചുകൂടെ അതിലേക്ക് കമ്മിറ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് വേണം. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ഡെഡിക്കേഷൻ ഇല്ലാതെ ഒരു രംഗത്തും ആർക്കും വിജയിക്കാൻ സാധ്യമല്ല. ദിസ് ഈസ് നോട്ട് എ മാജിക്. നമ്മുടെ കഠിനമായ അഭിലാഷത്തിന്റെയും പ്രയത്നത്തിന്റെയും റിസൾട്ട് മാത്രമാണ് വിജയം. നിരന്തരമായ കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ് വിജയം. അല്ലാതെ ഇത് മാജിക് അല്ല, ഒരു മാജിക്കോ മന്ത്രമോ അല്ല. നിരന്തരമായി അധ്വാനിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്ന അവസരത്തെ ഭാഗ്യമെന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു നിത്യാഭ്യാസിയുടെ ഭാഗ്യമാണ് വിജയം. അപ്പൊ നിത്യമായി അഭ്യസിക്കണം, നിത്യമായി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. പക്ഷെ എവറി ഡേ ഐ വിൽ ഗിവ് യു സം അസൈൻമെന്റ്സ്. ദെൻ ഓൺലി യു ക്യാൻ ബി എ മെന്റർ ഓഫ് മെനി പീപ്പിൾ. ദിസ് ഇസ് നോട്ട് എ മാജിക്. Hello, are you ready to do that? Hello, are you ready to do that? Yes, sir. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലി നത്തിങ് വിൽ ഹാപ്പൻ. നമ്മൾ എത്രമാത്രം അതിലേക്ക് കൂടുതൽ നമ്മൾ ഒരു ഏത് വിജയത്തിനും നമ്മുടെ എഫർട്ട്, ഭയങ്കരമായ എഫർട്ട് വേണമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് നല്ലോണം എഫർട്ട് എടുക്കണം. മാക്സിമം എഫർട്ട് എടുക്കുന്നവർക്ക് മാക്സിമം ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. സോ please do join with me, dear friends. This is my guarantee. I will make you a beautiful mentor. മാറ്റിയിരിക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് ആദ്യത്തെ 2 or 3 ക്ലാസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതിൽ വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ആവാൻ പോകുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. എന്റെ കൂടെ സഹകരിച്ചതിന്, വന്നതിന്, എന്നെ കേട്ടതിന് എല്ലാ നന്ദിയും ഭാവങ്ങളും. ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പ്ലീസ് ലെറ്റ് മീ നോ. എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ 9847628017. 9847628017. Please note my number and inform me whatever be your issues, whatever be your regard. എന്ത് കാരണങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, ഡേറ്റിൽ കൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ദിവസം പോലും ക്ലാസ് ആബ്സെന്റ് ആകും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം ആ ആബ്സെന്റ് ആവുന്ന ദിവസം നിങ്ങൾക്ക് അത് അതിന്റെ സ്ക്രീൻ റെക്കോർഡ്, പ്രോഗ്രാമിന്റെ റെക്കോർഡ് യൂട്യൂബ് ചാനലിൽ കാണാം.
അത് മാത്രമല്ല യൂട്യൂബ് ചാനലിൽ എത്ര ദിവസം വേണേലും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കാണാൻ പറ്റും. കാരണം അത് കുറേ നാളത്തേക്ക് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്.